നന്ദു, കേരളത്തിന് ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് ഒരു പതിവ് പല്ലവിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടുകൾ എത്രത്തോളം എടുത്തു എന്ന് പറയുമ്പോൾ തൊടുന്യായങ്ങൾ നിരത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബജറ്റിന് ശേഷം കേരളത്തിന്മേൽ ഒന്നും നൽകിയില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾക്ക് കൃത്യമായി തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി മറുപടിയും നൽകുന്നുണ്ട്. അതിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3975 കോടി രൂപയുടെ ബജറ്റ് വിഹിതം അനുവദിച്ചതായി പറയുന്നതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ 18,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പുരോഗമിക്കുന്നതായും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഇന്ന് രാജ്യസഭയിൽ കേരളത്തിലെ എംപിമാർക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അതിവേഗ റെയിൽവേക്ക് എല്ലാ സഹകരണവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. എന്ന് മാത്രമല്ല, ഈ ശ്രീധരന്റെ ഓഫീസ് തുറന്നതിലടക്കം അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി, അതിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി. അത്തരത്തിലുള്ള എല്ലാ വികസനങ്ങൾക്കും കേന്ദ്രം ഒപ്പം ഉണ്ടാകും എന്നുള്ളതും പറഞ്ഞ് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാധാരണക്കാരെ കൂടി പറഞ്ഞു പറ്റിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ നാടകം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന നിലയിലാണ് കേരളത്തിലെ സർക്കാർ, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ വിശദീകരിക്കാൻ ചാനൽ ഫ്ലോറുകളിൽ അടക്കം വന്നിരിക്കുന്ന സഖാക്കന്മാരുടെ നിലപാട്. ആ നിലപാടാണ് സത്യത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പല കാര്യങ്ങളെയും കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതെന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിലുള്ള ബഹുമാന്യനായിട്ടുള്ള CPIM സഹയാത്രികനായിട്ടുള്ള അദ്ദേഹം താങ്കൾ ചോദിച്ച ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പൊതു ബഡ്ജറ്റിനെ ആദ്യം കുറ്റപ്പെടുത്തി അതിൽ BJPക്ക് എന്തോ അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് അസ്വസ്ഥതയുണ്ട് എന്നൊക്കെ പറയാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റു ചാനലുകൾ, ജനം ശരി BJPയുടെ പക്ഷത്ത് നിൽക്കുന്ന ചാനലെന്ന് നിങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പോലും ബഹുമാനപ്പെട്ട സർ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റൊരു മുഖ്യധാരാ ചാനലുകളും ഈ ബഡ്ജറ്റ് ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുക്കാത്തത്? കേരളത്തിനെ അവഗണിച്ചു എന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം തൊട്ട് മറ്റൊരു ചാനലും ചർച്ച ചെയ്യാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അന്ന് ഈ ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച എക്കണോമിസ്റ്റുകളായാലും ശരി, ഈ വിഷയത്തിൽ ഗ്രാഹ്യമുള്ള, അതായത് സഖാക്കന്മാരും കോൺഗ്രസ്സുകാരുമല്ലാത്ത ഈ ബഡ്ജറ്റിനെ കാര്യമാത്ര പ്രസക്തമായി അതിനെ കൃത്യമായി അപഗ്രഥിക്കാനും അതിലെ വിഷയങ്ങൾ മനസ്സിലാക്കാനും കെൽപ്പുള്ള ആളുകൾ, ആ ആളുകളെല്ലാം ഒന്നടങ്കം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ മേഖലകളിലേക്കും സ്പർശിക്കപ്പെട്ട, എല്ലാ മേഖലകൾക്കും ഉത്തേജനം നൽകാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് അവർ പറയുമ്പോൾ, ആ പറഞ്ഞിടത്ത് ഇന്നലകളിൽ നേരത്തെ സാറ് പറഞ്ഞ ചില പത്രങ്ങളുണ്ടല്ലോ, ആ പത്രങ്ങളൊക്കെ എഴുതിയൊരു ടാഗ് ലൈനിനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞല്ലോ, ആ ടാഗ് ലൈനുകളെല്ലാം മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് തിരിച്ച് എവിടെ നിന്നാണോ ഈ നറേഷൻ അവർ ആരംഭിച്ചത് അവിടേക്ക് തിരിച്ചു നടക്കേണ്ടി വന്നതിൻ്റെ കാരണം ഈ ബഡ്ജറ്റിൻ്റെ അതിൻ്റെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇടപെടലുകളാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJPക്ക് അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർക്ക് അസ്വസ്ഥതയുണ്ടോ എന്ന് അളക്കുന്ന മിഷൻ ഏത് സെൻറ്ററിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ അസ്വസ്ഥത അളക്കുന്നതിന് മുൻപ് നിങ്ങൾ അളക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം CPIM എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും, ആ മുന്നണി ഇതിനു മുൻപ് 2 ദിവസം മുൻപ് ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 2 ദിവസം മുൻപ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിനകത്ത് LDFൻ്റെ പ്രകടന പത്രിക വായിച്ചു പോവുകയല്ലാതെ ഈ പറയുന്ന KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ സംസ്ഥാനത്തിന് അടുത്തൊരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ വാക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വെറുതെ ഒരു വാദത്തിനെങ്കിലും നിങ്ങളുടെയൊക്കെ വാക്കുകൾ കേട്ടേനെ. അപ്പോൾ ഇത് വെറും രാഷ്ട്രീയ ഗിമ്മിക്കാണ്, വെറും രാഷ്ട്രീയ അന്ധതയാണ്. ഈ രാഷ്ട്രീയ അന്ധതയുടെ പേരിലാണ് കൊല്ലത്തേക്ക് അനുവദിക്കപ്പെട്ട ESI മെഡിക്കൽ കോളേജിനെ ഇവർ നശിപ്പിച്ചു വിട്ടത്. കൊല്ലത്തേക്ക് അനുവദിക്കപ്പെട്ട ESI മെഡിക്കൽ കോളേജിനെ എങ്ങനെയാണ് LDFൻ്റെ സർക്കാർ തുരങ്കം വച്ചത് എന്ന് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുൻപിൽ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വരേണ്ടിയിരുന്ന വലിയൊരു സംരംഭം, ആ സംരംഭത്തെ എങ്ങനെയാണ് നിങ്ങൾ തുരങ്കം വെച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് വാദിക്കുകയും മറുസ്ഥലത്ത് നമ്മളൊക്കെ പറയില്ലേ, ഇരയോടൊപ്പവും വേട്ടപ്പട്ടിയോടൊപ്പവും ഒരേ രീതിയിൽ ഓടാൻ കഴിയുന്ന പാർട്ടിയും മുന്നണിയും സർക്കാരുമാണ് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് എന്ന് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒരു വാദമുണ്ട്. ആ വാദം കേൾക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കണം.
എന്തിനു വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ളൊരു സമരസമിതി ഉണ്ടാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഇടതു സഹയാത്രികന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തോട് ഇവിടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആ മാഡത്തിനോടൊന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇനി ഞാൻ വ്യക്തിപരമായി സ്വകാര്യമായി എനിക്ക് ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഊർജ്ജം, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി എന്നെ ഇന്ന് ഈ ചർച്ചയ്ക്ക് വിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത്, ഈ കേരളിൻ്റെ പേര് പറഞ്ഞ് അടുക്കളയിലും കിടപ്പുമുറിയിലും അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തും ഈ മഞ്ഞ കമ്മീഷൻ കുറ്റി കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നേതാവായിട്ടുള്ള കമ്മീഷൻ വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പാവപ്പെട്ടവൻ്റെ ഭൂമി പോലീസിൻ്റെ ബൂട്ട് ഉപയോഗിച്ച് ചവിട്ടി തുറന്ന് അവൻ്റെ നെഞ്ചുകളിലേക്ക്, അവൻ്റെ ഹൃദയങ്ങളിലേക്ക്, അവൻ്റെ വീടുകളിലേക്ക്, അവൻ്റെ കുടുംബങ്ങളിലേക്ക് ഒരു മഞ്ഞ കമ്മീഷൻ കുറ്റിയിട്ട സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ BJPയുടെ പ്രതിനിധിയായി, യുവമോർച്ചയുടെ പ്രതിനിധിയായി ആ സാധാരണക്കാരൻ്റെ വീട്ടിലിട്ട മഞ്ഞക്കുറ്റിയുമായി സഖാവ് പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിനകത്ത് കയറാനും ക്ലിഫ് ഹൗസിൻ്റെ നടുമുറ്റത്ത് ആ മഞ്ഞക്കുറ്റി ഇടാനും പാർട്ടി അവസരം തന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ, താങ്കൾ ഈ ആങ്കർ ഈ ഡിബേറ്റിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു ഇവിടെ സിൽവർ ലൈൻ വരും കേട്ടോ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഇവിടെ സിൽവർ ലൈൻ അല്ല, ഒരു ചുക്കും വരില്ല എന്ന് പറയാൻ അവസരം കിട്ടിയ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ വളരെ ജനനിബിഡമായ സ്ഥലമായതുകൊണ്ട് കേരളം, ആ ജനനിബിഡത കാരണമാണ് ഞങ്ങൾക്ക് കൃത്യമായി പ്രോജക്റ്റുകൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തതെന്നുള്ള ഒരു വിഖണ്ഡവാദമാണല്ലോ താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സർക്കാർ 2022 കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതിയിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ആ ജനനിബിഡത നിങ്ങളുടെ ഈ കമ്മീഷൻ റെയിൽ വന്നപ്പോൾ എങ്ങനെയാണ് മാറ്റിവെച്ചത്? അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കണ്ടേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ? അത് വിശദീകരിക്കാതെ ഇപ്പോൾ ഒരു പുതിയ തട്ടിപ്പുമായി വന്നിരിക്കുകയാണ്. RRTS എന്ന പേരിൽ ഒരു പുതിയ തട്ടിപ്പുമായി വന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അതിൻ്റെ സർവേക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള, നേരത്തെ ഈ കുറ്റിയിടാൻ വേണ്ടിയിട്ട് അനുവദിച്ച ഫണ്ടിൽ നിന്നാണ് കൈയിട്ട് വാരിയതെങ്കിൽ ഇപ്പോൾ കേരളിൻ്റെ പേരിൽ കുറ്റിയിൽ നിന്ന് കൈയിട്ട് വാരിയെങ്കിൽ ഇപ്പോൾ ആദ്യഘട്ട പഠനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരാമെന്നാണ് CPM വിചാരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തെ കേന്ദ്രം അവഗണിച്ചോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി BJPക്ക് പറയാനുണ്ട്. കേരളത്തിലെ എല്ലാ സാധാരണക്കാര ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മന്ത്രി തന്നെ പിറ്റേന്ന്, ഈ ബഡ്ജറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ റെയിൽവേ മന്ത്രി ഒരു ഡിബേറ്റ്, അതായത് ജനങ്ങളോട് സംവദിക്കുന്ന സമയത്ത്, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, താങ്കളുടെ പാർട്ടിയിൽ ഇത്തരം ചർച്ചകൾക്ക് പോകുന്ന ആളുകളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. അതായത് 2009 മുതൽ 14 വരെ, അതായത് UPA സർക്കാർ, കോൺഗ്രസ് ലെഡ് CPM അസോസിയേറ്റഡ് സർക്കാർ, ആ സർക്കാർ ഈ പറയുന്ന കേരളത്തിനോട്, നിങ്ങൾക്കിപ്പോൾ ഉള്ള ഈ കേരള പ്രേമം ഉണ്ടല്ലോ, ആ കേരളത്തിനോട്, ഇതേ നിങ്ങൾ ഭരിക്കുന്ന ഇതേ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിന് റെയിൽവേ പദ്ധതി വിഹിതമായി മാറ്റിവെച്ചത് 2009 മുതൽ 14 വരെ മാറ്റിവെച്ചത് 372 കോടിയാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, പബ്ലിക് ഡൊമൈനിലുള്ള കണക്കാണ്, താങ്കൾക്കും അവൈലബിൾ ആയിട്ടുള്ള കണക്കാണ്. 2026-27 സാമ്പത്തിക വർഷം മാത്രം റെയിൽവേ മാറ്റിവെച്ചിരിക്കുന്നത് 3795 കോടി രൂപയാണ് ഈ പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി, കേരള സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് നിങ്ങളുടെ കാലഘട്ടത്തിൽ അനുവദിച്ചതിൻ്റെ 10 ഇരട്ടി തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ കേരളത്തിനോട് നിങ്ങൾ പറയുന്ന കേരളം എന്ന സംസ്ഥാനത്തെ ഓർമ്മയില്ലാത്ത സർക്കാരാണ് BJP സർക്കാർ എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക? ഇനി രണ്ടാമത്തെ കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി നിങ്ങൾ നോക്കൂ, ഇവിടെ പുതിയ ട്രാക്കുകൾ ഇപ്പോൾ ഡബിളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സർക്കാരുകൾ, നിങ്ങൾക്ക് കൂടി കോയലിഷൻ പാർട്ട്ണറായിരുന്ന സർക്കാരുകൾ 10 വർഷം ഭരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരളത്തിലെ ഡബിളിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്, അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കാൻ സാധിക്കാത്തത്? നിങ്ങൾ ഈ പറഞ്ഞ അഭിമാന പദ്ധതിയായ ശബരിപാത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കാത്തത്, നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്? 10 വർഷം CPMൻ്റെ നിരുപാധികമായ പിന്തുണ UPAയ്ക്കും കോൺഗ്രസിനുമായിരുന്നില്ലേ? ഇന്നും നിങ്ങൾ കേരളത്തിന് പുറത്ത് ഇതേ കോൺഗ്രസിൻ്റെ ഈ കൈപ്പത്തി ചിഹ്നത്തെ താങ്ങി നിർത്തുന്നത് കേരളത്തിലെ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള പാർട്ടിയല്ലേ? അങ്ങനെയുള്ള നിങ്ങളുടെ കാലത്ത് എന്തുകൊണ്ടാണ് ട്രാക്ക് ക്രിയേഷന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കാൻ സാധിക്കാത്തത്? സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ്, റീഡെവലപ്മെൻറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ, അതുപോലെ തന്നെ ഷൊർണൂരിൽ കഴിഞ്ഞു പൂർത്തിയായി, അതുപോലെ കൊല്ലത്ത് ഇങ്ങനെ നടക്കുന്ന സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ്, പിന്നെ സേഫ്റ്റി എൻഹാൻസ്മെൻറ്റ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 18,041 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്.
ചെലവഴിക്കാൻ പോകുന്നതല്ല, ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പണി പൂർത്തിയാക്കിയത്. ഇനി അമൃത് സ്റ്റേഷൻസ്, 35 അമൃത് സ്റ്റേഷൻസ് ആണ് ഈ കേരളത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേരളത്തിനകത്ത് അതിൻ്റെ മുഴുവൻ തുക എന്ന് പറയുന്നത് 2989 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ സ്റ്റേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിലല്ലേ ഈ 35 സ്റ്റേഷൻ വരുന്നത്. ഇനി താങ്കൾ പറഞ്ഞ കേരളത്തിനകത്ത് നിങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കോയലിഷൻ പാർട്ട്നേഴ്സായിരുന്ന കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ട്രെയിനുകളുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. ഈ കഴിഞ്ഞൊരു വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കം അമൃത് ഭാരത് എക്സ്പ്രസ് അടക്കം എത്ര ട്രെയിനുകളാണ് പുതുതായി കേരളത്തിൻ്റെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ കേരളത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യാജ നറേഷൻ, ആ നറേഷനെ പൊളിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ കേരളത്തിനകത്ത് നിരവധിയായി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന വലിയ രീതിയിലുള്ള പദ്ധതികൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ വസ്തുത. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നു ഈ ശ്രീധരനെ നിങ്ങൾ കളിയാക്കുകയാണ്. നിങ്ങൾ ഈ ശ്രീധരനെ കളിയാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാജ്യസഭയിലടക്കം ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ പൊതു ബഡ്ജറ്റ് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ, പൊതു ബഡ്ജറ്റ് വന്നതിൻ്റെ അന്നാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കിക്കൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ CPM-ൻ്റെ MP ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് വലിയ ബൈറ്റുകളൊക്കെ കൊടുത്തു. ഇന്ന് റെയിൽവേ മന്ത്രി അക്നോളജ് ചെയ്തു അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതി, ആ പദ്ധതി വയബിൾ ആണെങ്കിൽ ആ പദ്ധതിയോടൊപ്പം സഞ്ചരിക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. അദ്ദേഹം ഈ ബഡ്ജറ്റ് വരുന്നതിന് 2 ദിവസം മുൻപ് തന്നെ പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ഒരിക്കലും ഈ കാര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഈ ബഡ്ജറ്റിൽ നമ്മളൊരു സാധ്യതാ പഠനം നടത്തി ആ റിപ്പോർട്ട് ഈ പറയുന്ന റെയിൽവേ ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വയബിലിറ്റി റെയിൽവേ പരിശോധിച്ചതിന് ശേഷം അടുത്ത ബഡ്ജറ്റിലെ ഇതിനൊരു അനൗൺസ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ, പത്രദൃശ്യ മാധ്യമങ്ങളൊന്നും കേൾക്കാതെ, ഈ പറയുന്ന എന്ത് പറയല്ലേ കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുൻപ് അതിൻ്റെ കയറ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് ഓടാതെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ഔചിത്യബോധവും ഒരു യുക്തിബോധവും ഉണ്ടാകണം എന്നാണ് എനിക്ക് കേരളത്തിലെ സർക്കാരിനോട് പറയാം. ഞാൻ പാർട്ടിയെ ഒന്നും പറയുന്നില്ല, കേരളത്തിലെ സർക്കാർ. ഇനി അത് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു കേരളത്തെ പൊതുവായി ഒരു ആമയുടെ പേരാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ആമയുടെ വയബിലിറ്റി പിന്നെ പറയാം, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടി കോടികളുടെ പദ്ധതിയാണ് ഈ പറയുന്ന ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. നമുക്ക് എത്ര നദികളുണ്ട്, നമുക്ക് എത്ര കായലുകളുണ്ട്, നമുക്ക് എത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഈ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ഈ അനുവദിക്കപ്പെട്ട ഫണ്ടിന് വലിയ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നൊരു സംസ്ഥാനം കേരളമാണ് എന്ന ബോധ്യം ഇപ്പോഴും CPM-ന്റെ പ്രതിനിധികൾക്കടക്കം സർക്കാരിൻ്റെ പ്രതിനിധികൾക്കടക്കം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റുകൾ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. ഇനി ഈ പറയുന്ന ആയുർവേദ ടൂറിസത്തെക്കുറിച്ച് പറയുന്നു, അല്ല ഹെൽത്ത് ടൂറിസത്തെക്കുറിച്ച് പറയുന്നു. 4 ഇനം മരുന്നുകളെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന 5-4 ഇനം മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, മെഡിക്കൽ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ ആയുർവേദത്തിന് വലിയ സ്കോപ്പുള്ള സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായിട്ടും മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവേണ്ടത് കേരളമല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ അവതരിപ്പിച്ച് ആ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അല്ലാതെ എല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കുന്ന, എല്ലാത്തിനെയും കണ്ണടച്ച് തെറി പറയുന്ന, എല്ലാത്തിനെയും കണ്ണടച്ച് മാറ്റി നിർത്തുന്ന ഈ രാഷ്ട്രീയം കൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ഈ പറയുന്ന CSIയുടെ മെഡിക്കൽ കോളേജ് അടക്കം നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ സർക്കാർ തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. പിന്നെ BJP-യുടെ നേതാക്കന്മാരുടെ ഒറ്റ കാര്യം BJP-യുടെ നേതാക്കന്മാരുടെ വിഷമം അളക്കാനുള്ള മിഷൻ ഒന്നും എന്തൊക്കെ പറഞ്ഞാലും AKG സെന്ററിലില്ല. കാരണം AKG സെന്ററിലുള്ളത് സ്ത്രീകളുടെ ഈ പറയുന്ന സ്ത്രീ പീഡകരുടെ തീവ്രത അളക്കുന്ന മിഷൻ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ മിഷനും കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണ്ട. ശരി, പ്രായോഗികമായി എന്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്.